സിവോറയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ KWN ക്വിക്ക് റിവിഷൻ സീരീസ് ആണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ പാർട്ട് 6 ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി സിവിൽ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും KWN ക്വിക്ക് റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ സിവിൽ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. KWN 1 പോർഷൻ നമ്മൾ ഓൾറെഡി, അതായത് മൊഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 2 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനേഴ്സ്, ബെൽസ് ആൻഡ് ലോക്കിംഗ് ഡിവൈസസ് ആണ് ഈ ഒരു മൊഡ്യൂൾ 2 നമുക്ക് പറയുന്നത്. അത് ഞങ്ങൾക്ക് ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പം അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. ഇതിൽ ഫാസ്റ്റനേഴ്സ്, ബെൽറ്റ്, ലോക്കിംഗ് ഡിവൈസ് ഇത് കംപ്ലീറ്റ് നമ്മൾ ഇന്ന് റിവിഷൻ സീരീസിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ റിവിഷൻ സീരീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തിയറി പോർഷൻസ് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആക്കും. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള റാൻഡം ആയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ ക്വിക്ക് റിവിഷൻ സീരീസ് വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സിവിൽ മെക്കാനിക്കൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം KWN ഈ സിലബസിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ കുറെ ക്വസ്റ്റ്യൻസും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് എക്സാമിന്റെ മുന്നേ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ റിവിഷൻ സീരീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമ്മൾ പറഞ്ഞു ഫാസ്റ്റനേഴ്സ് അല്ലെ. ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം അതാണല്ലോ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടോ അതിലധികമോ മെഷീൻ പാർട്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ മെമ്പേഴ്സിനെ ഒന്നിച്ച് ഉറപ്പിച്ച് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്തിനാണ്? ജോയിനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫാസ്റ്റനിങ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ ഫാസ്റ്റനേഴ്സിനെ നമ്മൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് തിയറീസ് പറയാം അല്ലെ, എന്നിട്ട് നോട്ടിലേക്ക് കടക്കാം. ബേസിക് ആയിട്ട് ഫാസ്റ്റനേഴ്സിനെ പറയുകയാണെങ്കിൽ ടെമ്പററി ഫാസ്റ്റനേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പെർമനന്റ് ഫാസ്റ്റനേഴ്സും ഉണ്ട്. ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ട് നമ്മൾ ഒട്ടിച്ച് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് അല്ലെ, അതായത് നമുക്ക് രണ്ട് പാർട്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ അത് നമ്മൾ താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ നമുക്കത് വേണ്ടാന്ന് തോന്നുമ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും അല്ലെ. അങ്ങനത്തതിനെയാണ് നമ്മൾ ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. അതായത് നട്ട്സ്, ബോൾട്ട്സ്, സ്ക്രൂ, കീ, കോട്ടർ, പിന്ന് ഇതൊക്കെ നമുക്ക് ടെമ്പററി ഫാസ്റ്റനേഴ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മെഷീൻ അസംബ്ലിങ്ങിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു ടെമ്പററി ഫാസ്റ്റനേഴ്സ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെർമനന്റ് ഫാസ്റ്റനേഴ്സ് ഉണ്ട്. പെർമനന്റ് ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള, അതായത് നമ്മൾ അത് ഫാസ്റ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേർപിരിക്കാൻ പറ്റില്ല അല്ലെ. അതായത് പാർട്സ് നശിപ്പിക്കാതെ നമുക്ക് പിന്നെ അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ പെർമനന്റ് ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് റിവറ്റിങ്, വെൽഡിങ്, സോൾഡിങ് ഒക്കെ. അപ്പൊ നമുക്ക് നോട്ടിലേക്ക് പോയാലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റനേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ക്ലാസ്സുകളിലൂടെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോവാം. നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത്രയും സിമ്പിൾ ആയിട്ട് തന്നെ സിവിൽ പോലെ തന്നെ മെക്കാനിക്കൽ പോർഷൻസും നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു കാണിച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ ഫാസ്റ്റനേഴ്സ് ആണ് അല്ലെ, നമ്മുടെ ഇമേജിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂസ്ഡ് ടു ജോയിൻ മെഷീൻ പാർട്സ് ആണ്. പോസ്റ്റ് പ്രോസസ് ഫാസ്റ്റനിങ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ടൈപ്സ് ഏതൊക്കെയാണ്? ടെമ്പററി ഫാസ്റ്റനേഴ്സും പെർമനന്റ് ഫാസ്റ്റനേഴ്സും. ഇനി നമുക്ക് ടെമ്പററി ഫാസ്റ്റനേഴ്സിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് പോവാം അല്ലെ. ടെമ്പററി ഫാസ്റ്റനേഴ്സിന്റെ ടൈപ്പ് നോക്കുകയാണെങ്കിലാണ് ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ത്രെഡഡ് ഫാസ്റ്റനേഴ്സും ഉണ്ട്. അതായത് ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ഉള്ള ടൈപ്പ് ഓഫ് ഫാസ്റ്റനേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോൾട്ട്, നട്ട്, സ്ക്രൂ, സ്റ്റഡ് അതിനൊക്കെ ഒരു ത്രെഡ് ഉണ്ടാവും അല്ലെ. അതാ ഇവിടെ നിങ്ങൾക്ക് ബോൾട്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ത്രെഡ് ഉള്ള ടൈപ്പിനെയാണ് നമ്മൾ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. നോൺ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ഇല്ലാത്ത ഫാസ്റ്റനേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് കീ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതുപോലെ തന്നെ കോട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പിന്നെ അതുപോലെ പിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ത്രെഡ് ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ ത്രെഡ് ഉള്ളതിനെ നമ്മൾ ത്രെഡ് ഉള്ളതിനെ നമ്മൾ ത്രെഡഡ് ഫാസ്റ്റനേഴ്സും ത്രെഡ് ഇല്ലാത്തതിനെ നമ്മൾ നോൺ ത്രെഡഡ് ഫാസ്റ്റനേഴ്സും പറയും. ഓക്കെ, അതും
നമ്മൾ പറഞ്ഞേ ഉള്ളൂ ഈ ഒരു ഇമേജ് കണ്ടപ്പം. അപ്പൊ നമ്മൾ ഇവിടെ നോട്ട് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ടെമ്പററി ഫാസ്റ്റനേഴ്സിൻ്റെതാണ്. ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാൻ ബി റിമൂവ്ഡ് വിത്തൗട്ട് ഡാമേജ്ഡ് യൂസ്ഡ് ഇൻ മെഷീൻസ് ആണ്. എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് എക്സാമിന് ചോദിക്കാം. ഈ ഒരു ഓപ്ഷൻസ് തന്നിട്ട് ഏതാണ് ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ടെമ്പററി ഫാസ്റ്റനേഴ്സിന് എക്സാംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലേ ഇപ്പം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പം ടെമ്പററി ഫാസ്റ്റനേഴ്സിൻ്റെതും അതുപോലെ തന്നെ പെർമനന്റ് ഫാസ്റ്റനേഴ്സിന്റെയും കുറെ 3-4 നോട്ട്സ് പോലെ തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഉള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഓപ്ഷൻസും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, നോട്ട് എഴുതുകയോ അല്ലെങ്കിൽ ഈ നോട്ട്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്താണ്? ക്യാൻ ബി റിമൂവ്ഡ് വിത്തൗട്ട് ഡാമേജ്ഡ് യൂസ്ഡ് ഇൻ മെഷീൻസ് ആണ്. അപ്പം ഏതാണ്? നട്ട്, ബോൾട്ട്, സ്ക്രൂ, കീ, ക്വാർട്ടേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് പെർമനന്റ് ഫാസ്റ്റനേഴ്സ് നോക്കുകയാണെങ്കിൽ പെർമനന്റ് ഫാസ്റ്റനേഴ്സ് ഈ ഒരു ഇമേജിൽ കാണിച്ചത് വെൽഡിങ്ങിൻ്റെതാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. കാനോട്ട് ബി റിമൂവ്ഡ് വിത്തൗട്ട് ഡാമേജ് അല്ലെ. നിങ്ങൾക്ക് അറിയാലോ നമ്മളൊരു പോർഷൻ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് നശിപ്പിക്കാതെ നമുക്ക് അതിനെ നോർമൽ ആദ്യത്തെ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങളൊക്കെ ലാബിൽ ചെയ്തിട്ടുണ്ടാകുന്നതായിരിക്കും വെൽഡിങ്. അതുപോലെ തന്നെയുള്ളതാണ് റിവെറ്റിങ്ങും സോൾഡറിങ്ങും. ഇതിനൊക്കെ സെയിം ആണ്. അതൊരു സിംഗിൾ ടൈപ്പ് ഓഫ് ഫാസ്റ്റനിങ്, അതായത് ഒരു അറ്റ് എ ടൈം നമ്മൾ ഫാസ്റ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു വെൽഡഡ് ജോയിൻസിൻ്റെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ജസ്റ്റ് കൂടുതൽ കുറച്ചുകൂടെ മനസ്സിലാവേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്. ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലിണ്ടർ വിത്ത് ത്രെഡ് ആണെങ്കിൽ അല്ലെ, ഇതുപോലെ ത്രെഡ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? യൂസ്ഡ് ഫോർ ജോയിനിങ്. അതുപോലെ ടൈപ്സ് ഏതൊക്കെയാണ്? നട്ട്സ്, ബോൾട്ട്സ്, സ്റ്റഡ്, സ്ക്രൂ, ഇതൊക്കെയാണ് ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് വരുന്നത്. ഇവിടെ ബോൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രെഡും സിലിണ്ടറും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ക്രൂ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് എന്തിന്റെ എക്സാമ്പിൾസ്? ത്രെഡഡ് ഫാസ്റ്റനേഴ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു സിലിണ്ടർ വിത്ത് ത്രെഡ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ക്രൂ ത്രെഡ് ആണ് നോക്കാനുള്ളത്. സ്ക്രൂ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സിലിണ്ടറിന്റെ പുറത്ത് അല്ലെങ്കിൽ ഉള്ളിൽ ഹെലിക്കൽ ഗ്രൂവ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സ്ക്രൂ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ കാണാൻ പറ്റും അല്ലെ, ഇതിൽ ഇങ്ങനെ ഈ ഒരു ചുറ്റി പോകുന്ന ഈ ഒരു പിരിവ് പോലത്തെ സാധനം അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. സിലിണ്ടറിന്റെ പുറത്ത് അല്ലെങ്കിൽ ഉള്ളിൽ ഹെലിക്കൽ ഗ്രൂവ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. അതിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഫാസ്റ്റനിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏതാണ്? മോഷൻ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി ഈ ഒരു ത്രെഡിന്റെ ടൈപ്സ് അല്ലെ, ടൈപ്സ് എത്ര ഉണ്ട് എന്നുള്ളതും കൂടെ നോക്കാം. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് സ്ക്രൂ ത്രെഡ്. സ്ക്രൂ ത്രെഡിന്റെ ഈ ഒരു പുറത്തുള്ള പോർഷന് നമ്മൾ എക്സ്റ്റേണൽ ക്രസ്റ്റ് എന്ന് പറയും. ഇന്റേണൽ പോർഷന് നമ്മൾ റൂട്ട് എന്ന് പറയും. പിന്നെ ഈ ഒരു സർഫസിന് നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയും. അപ്പം ഇത് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് അങ്ങനെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഒരു റൂട്ടിൽ നിന്ന് മറ്റൊരു റൂട്ട് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ മൈനർ ഡയമീറ്റർ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രസ്റ്റ് നിന്ന് അടുത്തൊരു ക്രസ്റ്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം അതും കൂടെ നോക്കി വെക്കുക. അതുപോലെ നമുക്ക് വേറൊരു കാര്യം നോക്കാനുള്ളത് ഇതിൻ്റെത് തന്നെ എക്സ്റ്റേണൽ ത്രെഡ്, ഇന്റേണൽ ത്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വരാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ ഒരു ഒറ്റൊരു ത്രെഡിൻ്റെതായിട്ട് ചോദിക്കുകയാണെങ്കിൽ സ്ക്രൂ ത്രെഡിൻ്റെത് ക്രസ്റ്റ്, റൂട്ട്, ഫ്ലാഞ്ച്, മൈനർ ഡയമീറ്റർ, മേജർ ഡയമീറ്റർ, പിന്നെ അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ അല്ലെ. ഇവിടെ കണ്ടോ ഈ ഒരു ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ, ഇതാണ് ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ എന്നുള്ളത്. പിന്നെ ഇവിടെ പിച്ച് എന്നുള്ള രീതിയിലുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ഏരിയ തന്നെയാണ്. നമ്മൾ ചോദിക്കുന്ന ഏരിയാസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്ക്രൂ ത്രെഡ് ആണ്. സ്ക്രൂ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഒരു ചുറ്റിപ്പോകുന്ന ഈ ഒരു പിരിവിനെയാണ് നമ്മൾ സ്ക്രൂവിന്റെ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം ആ ഒരു ത്രെഡിൽ എന്തൊക്കെയാണുള്ളത്? ക്രസ്റ്റ് ഉണ്ട് അല്ലെ, അപ്പർ പോർഷനിലെ ക്രസ്റ്റ്, ഉള്ളിലേക്കുള്ള ഈ പോർഷനെ നമ്മൾ റൂട്ട് എന്ന് പറയും. റൂട്ടിലെ വേര് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. പിന്നെ ഇതിന്റെ ഈ ഒരു സർഫസിന് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് പറയും. പിന്നെ ആംഗിൾ ഓഫ് ത്രെഡ് എന്താണെന്ന് ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ
ത്രെഡിൻ്റെ നമ്മൾ പറഞ്ഞു അല്ലെ, എക്സ്റ്റേണൽ ത്രെഡും ഉണ്ട്, അതുപോലെ തന്നെ ഇന്റേണൽ ത്രെഡും ഉണ്ട് അല്ലെ. എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡ് ഉള്ളത് സിലിണ്ടറിന്റെ പുറത്താണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് ബോൾട്ട്, സ്റ്റഡ് ഒക്കെ എക്സ്റ്റേണൽ ത്രെഡിന് എക്സാമ്പിൾസ് ആണ്. അതിൽ എക്സ്റ്റേണൽ ത്രെഡിൽ നോക്കേണ്ട കാര്യം, ഈ ഒരു ക്രസ്റ്റ് ഇല്ലേ, നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രസ്റ്റ് ടോപ്പിലും റൂട്ട് ബോട്ടത്തിലും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ സെയിം ആയിട്ടാണ് എക്സ്റ്റേണൽ ത്രെഡിൽ വരിക. എവിടെയാണ് ക്രസ്റ്റ് ടോപ്പിലും റൂട്ട് ബോട്ടത്തിലും വരികയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറയും. ഇത് ഓർത്ത് വെക്കുക. ഏതെങ്കിലും ഒന്ന് എക്സ്റ്റേണൽ ത്രെഡോ ഇന്റേണൽ ത്രെഡോ ഏതെങ്കിലും ഒന്നിന്റെ റൂട്ടും ക്രസ്റ്റും ഒക്കെ ഓർത്ത് വെക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻലാർജ്ഡ് റെഡ്യൂസ്ഡ് സ്കെയിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുന്ന പോലെ ഇതിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അടുത്തതും കൂടെ ഓട്ടോമാറ്റിക്കലി മനസ്സിലായിക്കോളും. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പഠിക്കുന്ന എക്സ്റ്റേണൽ ത്രെഡ് പഠിക്കുകയാണെങ്കിൽ അത് പഠിച്ചു വെക്കുക. അതിന്റെ എന്താണ് പുറത്തേക്കുള്ളതിനെ നമ്മൾ പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പുറത്തേക്കുള്ളത് നമ്മൾ ക്രസ്റ്റ് എന്നും ഉള്ളിലേക്കുള്ളതിനെ നമ്മൾ റൂട്ട് എന്നും പറയുന്നുണ്ട്. അതാണ് എക്സ്റ്റേണൽ ത്രെഡിൽ നോക്കാനുള്ളത്. മറിച്ച് നമുക്ക് ഇന്റേണൽ ത്രെഡ് അല്ലെ, ഇന്റേണൽ ത്രെഡ് എന്നുള്ളത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഫ്ലാങ്ക് ഒക്കെ സെയിം തന്നെയാണ്. ഇത് എവിടെ കാണിച്ചിട്ടുള്ള പോലെ സൈഡിന് തന്നെയാണ് നമ്മൾ ഫ്ലാങ്ക് പറയുന്നത്. പിന്നെ അതുപോലെ അതിന്റെ ത്രെഡ് ആംഗിൾ ഉണ്ടാവും. സോറി, അത് എന്താണ് ഇന്റേണൽ ത്രെഡ് എന്ന് ആദ്യം പറയണ്ടേ. സിലിണ്ടറിന്റെ അകത്തുള്ള ഭാഗത്താണ് ഈ ഒരു ത്രെഡ് എങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, സിലിണ്ടറിന്റെ അകത്തുള്ള ഭാഗത്താണ് ഈ ഒരു ത്രെഡ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റേണൽ ത്രെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് നട്ട്, അതുപോലെ തന്നെ ടാപ്ഡ് ഹോൾസ് ഒക്കെ വരുന്നത് ഈ ഒരു ഇന്റേണൽ ത്രെഡിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ ഇവിടെ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ആംഗിൾ ബിറ്റ്വീൻ ഫ്ലാങ്സ്, ത്രെഡ് ആംഗിൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ത്രെഡ്സിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് പെർ ടേൺ ആണ്. ഫ്ലാങ്ക് ആണെങ്കിൽ സൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ നമുക്ക് നോക്കേണ്ട കാര്യമാണ് ഈ ഒരു ക്രസ്റ്റും റൂട്ടും ഈ ഒരു ഇമേജ് വെച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇവിടേക്കുള്ള ഏരോ പോകുന്നത് നിങ്ങൾ നോക്കുക കേട്ടോ. ഇതിപ്പോ ഒരു ഇന്റേണൽ ത്രെഡിൻ്റെതാണ്. ഇന്റേണൽ ത്രെഡിലാവുന്ന സമയത്ത് ക്രസ്റ്റ് വരുന്നത് ഈ ഒരു ഇന്നർ പോർഷനിലാണ് കേട്ടോ. അതുപോലെ തന്നെ റൂട്ട് വരികയാണെങ്കിൽ ഈ ഒരു അപ്പർ പോർഷനിലാണ്, ഈ ഒരു ടോപ്പ് മോസ്റ്റ് പോർഷനിലാണ് നമ്മൾ എന്താണ് റൂട്ട് എന്ന് പറയുന്നത്. ഫ്ലാഞ്ച് സെയിം തന്നെ, ഈ ഒരു സർഫസിനാണ് നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറഞ്ഞിട്ട് പറയാം. പക്ഷേ ഈ ഒരു ക്രസ്റ്റും റൂട്ടും മാറുന്നുണ്ട്. എക്സ്റ്റേണൽ ത്രെഡ് ആണെങ്കിൽ ക്രസ്റ്റ് ടോപ്പും റൂട്ട് ആ ബോട്ടത്തിലുള്ള പോർഷനുമാണ് വരുന്നത്. ഇന്റേണൽ ത്രെഡ് ആണെങ്കിൽ ക്രസ്റ്റ് വരുന്നത് എവിടെയാണ്, ബോട്ടം, റൂട്ട് വരുന്നത് ടോപ്പുമാണ്. നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക, ഒന്നുകിൽ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ. പഠിക്കാതെ പോകരുത്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ത്രെഡിന്റെ ടേംസ് മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, പിച്ച് ഡയമീറ്റർ അല്ലെ. മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ആയിട്ടുള്ളതാണ്. മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ആയിട്ടുള്ളതാണ്. പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ഡയമീറ്ററിനെയാണ് നമ്മൾ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഇത് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ക്രസ്റ്റ് പറഞ്ഞു. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം, എക്സ്റ്റേണൽ ത്രെഡിന്റെതാണ് ഞാൻ പറയുന്നത്. പിന്നെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡിന്റെ ഏറ്റവും താഴത്തുള്ള ഭാഗം. ഫ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റും റൂട്ടും തമ്മിലുള്ള ആ ഒരു ചരിഞ്ഞ സൈഡിനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ത്രെഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫ്ലാങ്കുകൾ തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ ത്രെഡ് ആംഗിൾ എന്ന് പറഞ്ഞു. പിച്ച് ആണെങ്കിൽ ഒരു ത്രെഡിന്റെ ക്രസ്റ്റ് മുതൽ അടുത്ത ക്രസ്റ്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ പിച്ച് എന്ന് പറയും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ലീഡ് ആണെങ്കിൽ ഒരു റെവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ മുന്നോട്ട് പോകുന്ന ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ദൂരത്തിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതായത് സിംഗിൾ, അത് നമ്മൾ പറയാം. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് സിംഗിൾ ആൻഡ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ആണ് നോക്കാനുള്ളത്. അതിൽ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രെഡാണ് ഉണ്ടാവുക. മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അല്ലെങ്കിൽ അതിലധികം ത്രെഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൻ്റെത് ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച് ആണ്. അത് നോക്കി വെക്ക്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ ലീഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പിച്ച് ആണ് വരിക. 2 ഇൻറ്റു പിച്ച് ആണ് വരിക. അതുപോലെ തന്നെ ട്രിപ്പിൾ ആണെങ്കിൽ ലീഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു പിച്ച്. ആ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് പിച്ച് കൂടുന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് ആ ഒരു പിച്ച് എന്ന് പറയുന്നത്, ഇതാണ് ലീഡ് എന്ന് പറയുന്നത്. അപ്പം ലീഡ് ഈസ് ഈക്വൽ ടു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച്, ഡബിൾ ആണെങ്കിൽ ലീഡ് ഈസ് ഈക്വൽ ടു 2 പിച്ച്, ട്രിപ്പിൾ ആണെങ്കിൽ ലീഡ് ഈസ് ഈക്വൽ ടു 3 പിച്ച് എന്നുള്ള രീതിയിൽ അങ്ങനെ ഓർത്ത് പോവുക. ഇനി നമുക്ക്
ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്രസ്റ്റ് ഓഫ് ദ ത്രെഡ് ആണ്. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രൂ വിത്ത് അഡ്വാൻസ്ഡ് വെൻ ടേൺസ് ടു 360. ആ ഒരു കറക്കത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം അത് ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രസ്റ്റ് മുതൽ റൂട്ട് വരെയുള്ള ആ ഒരു ആഴത്തിനെയാണ് നമ്മൾ ഈ ഒരു ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ ഒരു നോമിനൽ ഡയമീറ്റർ എത്രയാണെന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് കട്ട് ചെയ്യുന്ന റോഡിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുക. മേജർ ഡയമീറ്റർ ആണെങ്കിൽ എക്സ്റ്റേണൽ ത്രെഡിന്റെ ഏറ്റവും വലിയ ഡയമീറ്റർ. പിന്നെ അതുപോലെ തന്നെ മൈനർ ഡയമീറ്റർ ആണെങ്കിൽ എക്സ്റ്റേണൽ ത്രെഡിന്റെ ഏറ്റവും ചെറിയ ഡയമീറ്റർ അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ത്രെഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒന്ന് റൈറ്റ് ഹാൻഡ് ത്രെഡും പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും. അതിൽ റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു നട്ട് തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു നട്ട് അല്ലെങ്കിൽ ത്രെഡ് തിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലോക്ക് വൈസ് ആണ് തിരിക്കുമ്പോൾ അത് ടൈറ്റ് ആവുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലോക്ക് വൈസ് എന്നുള്ളത് ഇവിടെ ഓർത്ത് വെക്കുക. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് അല്ലെ, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുന്ന സമയത്താണ് ടൈറ്റ് ആവുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് നമ്മൾ ചില സ്പെഷ്യൽ ആയിട്ടുള്ള മെഷീൻ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് റൈറ്റ് ഹാൻഡ് ത്രെഡ് നിങ്ങൾക്ക് അറിയാമല്ലേ, റൈറ്റ് ഹാൻഡിലേക്ക് തിരിക്കുന്ന സമയത്ത് ടൈറ്റ് ആവുന്നതാണ് നമ്മൾ കോമൺലി കാണുന്നത് അല്ലെ. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ആണ്. ടൈപ്പ് ഓഫ് ത്രെഡ്സ് ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയണം, കഴിഞ്ഞ എക്സാമിന് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അതിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പാണ് ത്രെഡ്സ് നോക്കാനുള്ളത്. BSW ത്രെഡ് ഉണ്ട്, അതായത് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വൈറ്റ് വോർത്ത് ആണ് ഈ ഒരു BSWന്റെ ഫുൾ ഫോം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ BSF ഉണ്ട് അല്ലെ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ BA ത്രെഡ് ഉണ്ട് അല്ലെ, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ഉണ്ട്. പിന്നെ മെട്രിക് ത്രെഡ്, സ്ക്വയർ ത്രെഡ്, ട്രപ്പിസോയിഡൽ അല്ലെങ്കിൽ ACME ത്രെഡ്, പിന്നെ നക്കിൾ ത്രെഡ്. ഇതൊക്കെയാണ് എക്സാമിന് അധികം ചോദിച്ചു വരുന്ന ഏരിയാസിലുള്ള ത്രെഡുകളും. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്ന് നോക്കുകയാണെങ്കിൽ BSW ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, BSW ഇതിൽ വരുന്ന ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ത്രെഡ് ആംഗിൾ എന്ന് പറയുന്ന ഈ ഒരു ത്രെഡ് ആംഗിൾ വരുന്നത് 55 ഡിഗ്രി ആണെങ്കിൽ ആ ഒരു ആംഗിൾ ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കും. ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിന് BSW ത്രെഡ് എന്ന് പറയും. ജനറൽ പർപ്പസ് ത്രെഡ് ആണ്. അതുപോലെ തന്നെ UK സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. ജനറൽ എഞ്ചിനീയറിംഗിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ BSF ത്രെഡ് അല്ലെ. BSF ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ആംഗിൾ സെയിം 55 ഡിഗ്രി തന്നെയാണ് വരുന്നത്. പക്ഷെ BSWനേക്കാളും ഫൈൻ പിച്ചാണ് ഇതിനുണ്ടാവുക. അതുപോലെ തന്നെ കോർ ഡയമീറ്ററും ഈ ഒരു BSF ത്രെഡിന് കൂടുതലാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, ഓട്ടോമൊബൈൽസിൽ, എയർക്രാഫ്റ്റിൽ, അതുപോലെ തന്നെ പ്രിസിഷൻ മെഷീൻസിലൊക്കെയാണ് നമ്മൾ BSF ത്രെഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ BA ത്രെഡിലേക്ക് പോവുകയാണെങ്കിൽ BA ത്രെഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് അല്ലെ. അതിന്റെ ത്രെഡ് ആംഗിൾ വരുന്നത് 47.5 ഡിഗ്രി ആണ് വരുന്നത്. റൗണ്ടഡ് ക്രസ്റ്റ് ആൻഡ് റൂട്ട് ആയിരിക്കും ഈ ഒരു ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡിന് ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സിന്, സ്മോൾ സ്ക്രൂസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു BA ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഞാനത് നോട്ടിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ബട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എഴുതി വെക്കുക. എന്തെങ്കിലും തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ മെട്രിക് ത്രെഡ് ആണെങ്കിൽ BIS സ്റ്റാൻഡേർഡ് IS 4218 ആണ് വരുന്നത്. ത്രെഡ് ആംഗിൾ വരുന്നത് 60 ഡിഗ്രി. എനിക്ക് തോന്നുന്നു ഈ ഒരു ത്രെഡ് എങ്ങാനാണ് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. മെട്രിക് ത്രെഡ് എനിക്ക് ഉറപ്പില്ല, ബട്ട് ഇതുപോലെ ഒരു ആംഗിൾ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് ഓർമ്മ. അപ്പൊ നിങ്ങൾ ആംഗിൾ എന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്ലാറ്റ് ക്രസ്റ്റ് ആണ് ഉണ്ടാവുക. റൗണ്ടഡ് റൂട്ട് ആണ് ഇതിന് ഉണ്ടാവുക. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെട്രിക് ത്രെഡ്, ജനറൽ എഞ്ചിനീയറിങ്ങിന്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മെട്രിക് ത്രെഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടില്ലാത്ത വേറൊരു ത്രെഡാണ്
ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്ക്വയർ ത്രെഡ് അല്ലെ. സ്ക്വയർ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലാങ്ക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഫ്ലാങ്ക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്വയർ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഇത് ഓക്കെ യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണെന്ന് അറിയാം? സ്ക്രൂ ജാക്ക്, ബെഞ്ച് വൈസ്, ലെഡ് സ്ക്രൂ, ക്രോസ് സ്ലൈഡ്, ഇതിലൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല പവർ ട്രാൻസ്മിഷൻ ത്രെഡ് ആണ് ഈ ഒരു സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ACME ത്രെഡ് അല്ലെ, ACME ത്രെഡ് അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ത്രെഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് സ്ക്വയർ ത്രെഡിന്റെ വി ത്രെഡിന്റെയും മിശ്രമായി അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഈ ഒരു ACME ത്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അല്ലെ, ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് പോലെയൊക്കെ സ്ക്വയർ ത്രെഡിന്റെയും വി ത്രെഡിന്റെയും ആ ഒരു മിക്സ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ACME ത്രെഡ് എന്ന് പറയുന്നത്. ACMEൻ്റെത് 29 ഡിഗ്രി ആണ് ആംഗിൾ വരുന്നത്, അത് ഓർത്ത് വെക്കുക. അതായത് ACME ത്രെഡ് ഇതിന്റെ ടൈപ്സ് വരികയാണെങ്കിൽ ACME ത്രെഡ് ഉണ്ട്, മെട്രിക് ACME ഉണ്ട്, ബട്രസ് ഉണ്ട്, മോഡിഫൈഡ് ത്രെഡ് ഉണ്ട്. ഇതില് ഓക്കെ, നമ്മളിവിടെ ഇമേജ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ACME ആണെങ്കിൽ 29 ഡിഗ്രി ആണ് ആംഗിൾ വരിക. മെട്രിക് ACME ആണെങ്കിൽ വരുന്നത് എത്രയാണ്? 30 ഡിഗ്രി. പിന്നെ ബട്രസ്, മോഡിഫൈഡ് ത്രെഡ് ഒക്കെയാണ് ഇതിന്റെ ടൈപ്പ് വരുന്നത്. പവർ ട്രാൻസ്മിഷൻ ആണ് യൂസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് വൺ നക്കിൾഡ് അല്ലെങ്കിൽ റൗണ്ടഡ് ത്രെഡ് അല്ലെ, സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും അതിനുണ്ടാവുക. അതുപോലെ തന്നെ റൗണ്ടഡ് ക്രസ്റ്റും റൂട്ടും ആയിരിക്കും. ക്രസ്റ്റും റൂട്ടും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു റൗണ്ടഡ് ക്രസ്റ്റും റൂട്ടും വരികയാണെങ്കിൽ നക്കിൾ ത്രെഡ് ആയിരിക്കും വരിക. യൂസസ് റെയിൽവേ കപ്ലിങ്, വാൽവ്സ്, ഹോസ് പൈപ്പ് കണക്ഷൻസിനൊക്കെയാണ് നമ്മൾ ഈ ഒരു നക്കിൾ ത്രെഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം, BSW ത്രെഡിന് 55 ഡിഗ്രി, BSFന് 55 ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. BA ത്രെഡ് ആണെങ്കിൽ 47.5 ഡിഗ്രി പറഞ്ഞു. മെട്രിക് ആണെങ്കിൽ 60 ഡിഗ്രി. സ്ക്വയർ ത്രെഡ് ആണെങ്കിൽ പവർ ട്രാൻസ്മിഷൻ എന്നുള്ളത് ഓർത്ത് വെക്കാം. ACME ആണെങ്കിൽ 29, ACMEയോ അല്ലെങ്കിൽ മെട്രിക് ഏതോ ഒന്ന് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മെട്രിക് ACME 30 ഡിഗ്രി ആണ്. നക്കിൾ ത്രെഡ് ആണെങ്കിൽ വാൽവ്സ് ആൻഡ് കപ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാനുള്ളത് നട്ട്സ് ആൻഡ് ബോൾട്ട്സ് ആണ് കേട്ടോ. നമ്മളെ ഈ ഒരു ഫാസ്റ്റനേഴ്സിലെ തന്നെയുള്ള ഒരു നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് നട്ട്, ബോൾട്ട്, സ്റ്റഡ്, സ്ക്രൂ ഒക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പം അതിൽ നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റേണൽ ത്രെഡ് ഉള്ള ഫാസ്റ്റനേഴ്സിനെയാണ് നമ്മൾ നട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. നട്ട്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെക്സഗണൽ നട്ട് ഉണ്ട്, സ്ക്വയർ നട്ട് ഉണ്ട്. നമുക്ക് സ്ക്രീനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിൽ ഓക്കെ ഞാൻ ആഡ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇവിടെ ഹെക്സഗണലും സ്ക്വയർ നട്ടും ഉണ്ട്. അപ്പൊ അത് നോക്കുക. അപ്പൊ നമുക്ക് നട്ട്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെക്സഗണൽ നട്ടും ഉണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ നട്ടും. ഹെക്സഗണൽ നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ 6 സൈഡ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെക്സഗൺ, ആ പേര് തന്നെ ഹെക്സഗണൽ നട്ട് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് നട്ടാണ് ഹെക്സഗണൽ നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അതിന്റെ കോർണേഴ്സ് ഒക്കെ ചാംഫർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്ക്വയർ നട്ടാണെങ്കിൽ 4 സൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക. കൂടുതൽ ഗ്രിപ്പുള്ള ടൈപ്പ് ഓഫ് നട്ട് ആണ് സ്ക്വയർ നട്ട് എന്ന് പറയുന്നത്. പിന്നെ സ്പെഷ്യൽ നട്ട്സ് വരുന്നതാണ് ക്യാപ്പ് നട്ട്, ഡോം നട്ട്, റിംഗ് നട്ട്, ക്യാപ്സ്റ്റൺ നട്ട്, കോളർ നട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ബോൾട്ട്. ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ത്രെഡും അതുപോലെ തന്നെ ഹെഡും ഉള്ള ഫാസ്റ്റനേഴ്സിനെയാണ് നമ്മൾ ബോൾട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അല്ലെ. എക്സ്റ്റേണൽ ത്രെഡും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ത്രെഡും അതുപോലെ തന്നെ ഹെഡും ഉള്ള ടൈപ്പ് ഓഫ് ഫാസ്റ്റനേഴ്സിനെയാണ് നമ്മൾ ബോൾട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്ട് ഒരു ക്ലിയറൻസ് ഹോളിലൂടെ നമ്മൾ കടത്തി വിട്ടിട്ട് നെറ്റ് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു ബോൾട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക. ടൈപ്പ് ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹെക്സഗണൽ ഹെഡ് ബോൾട്ട് ഉണ്ട്, സ്ക്വയർ ഹെഡ് ബോൾട്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഹെഡ് ബോൾട്ട് അല്ലെ, ക്യാപ്പ് ഹെഡ്, ടി ഹെഡ്, ഐ ബോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ക്യാപ്പ് സ്ക്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ബോൾട്ട്സ് വരുന്നുണ്ട്. അതുപോലെ
അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന ഹെഡ് ഷേപ്പ് എന്ന് പറയുന്നത് ഹെക്സഗണൽ ആണ് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. അതുപോലെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഈ ഒരു സ്റ്റഡ്. സ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം രണ്ടറ്റത്തും ത്രെഡ് ഉള്ള റോഡ്സിനെയാണ് നമ്മൾ സ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടറ്റത്തും ത്രെഡ് ഉള്ളതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. സ്റ്റഡ് ആവുന്ന സമയത്ത് എങ്ങനെയാണ്? നമ്മൾ ഒരു സൈഡ് അല്ലെങ്കിൽ അതിന്റെ ഒരറ്റം നമ്മൾ ഈ ഒരു ബോഡിയിലേക്ക് സ്ക്രൂ ചെയ്യും, അതിന്റെ മറ്റേ അറ്റത്ത് നമ്മൾ നട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മ വരുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ഇമേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടറ്റത്തും ത്രെഡ് ഉള്ള റോഡിനെ നമ്മൾ ഒരറ്റം ബോഡിയിലേക്കും സ്ക്രൂ ചെയ്യും, മറ്റേ നമ്മൾ നട്ടിലേക്കും സ്ക്രൂ ചെയ്യും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സ്റ്റഡിൽ വരുന്നതാണ് സ്റ്റീൽ ബോഡി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏതാണ് കാസ്റ്റ് അയൺ ബോഡി വരുന്നുണ്ട്, അലൂമിനിയം ബോഡി വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. അതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ തന്നെ അതിന്റെ ത്രെഡ് ലെങ്ത് അല്ലെ, സ്റ്റീൽ ബോഡി ആണെങ്കിൽ 1D ആയിരിക്കും വരിക. ത്രെഡ് ലെങ്ത് കാസ്റ്റ് അയൺ ബോഡി ആണെങ്കിൽ 1.5D ആയിരിക്കും. അലൂമിനിയം ബോഡി ആണെങ്കിൽ 2D ആയിരിക്കും എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് സ്ക്രൂസ് അല്ലെ. സ്ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരറ്റത്ത് ത്രെഡും മറ്റേ അറ്റത്ത് ഹെഡ് അല്ലെങ്കിൽ സ്ലോട്ടും ഉള്ള ഫാസ്റ്റനേഴ്സിനെയാണ് നമ്മൾ സ്ക്രൂസ് എന്ന് പറയുന്നത്. ക്യാപ് സ്ക്രൂ ഉണ്ട്, ക്രബ് സ്ക്രൂ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് സ്ക്രൂസ് അറിയണ്ടാവും അല്ലെ. ക്യാപ് സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഉണ്ട് ബട്ട് നട്ട് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്ക്രൂസിനെയാണ് നമ്മൾ ക്യാപ് സ്ക്രൂ എന്ന് പറയുന്നത്. ഗ്രബ് സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഇല്ല, അതുപോലെ തന്നെ മെഷീൻ പാർട്ട് ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഏതാണ്? ഗ്രബ് സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ഓൺ ബോത്ത് സൈഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് പ്ലസ് ഹെഡ് ഓർ സ്ലോട്ട് ഉള്ളതിനെയാണ് നമ്മൾ എന്താണ് സ്ക്രൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്ക്രൂവിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ ഒന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ബോൾട്ട് ടൈപ്പ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോക്കറ്റ് ഹെഡ് ബോൾട്ട്, ടി ഹെഡ് ബോൾട്ട്, ഐ ബോൾട്ട്, കപ്പ് ഹെഡ് ബോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ബോൾട്ട് ടൈപ്പ് വരുന്നുണ്ട്. സോക്കറ്റ് ഹെഡ് ബോൾട്ട് ഒക്കെ ആണെങ്കിൽ അലൻ കീ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബോൾട്ടിനെയാണ് നമ്മൾ ഏതാണ് സോക്കറ്റ് ഹെഡ് ബോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ടി ഹെഡ് ബോൾട്ട് ഒക്കെ ആണെങ്കിൽ ടി സ്ലോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടി ഹെഡ് ബോൾട്ട് എന്ന് പറയുന്നത്. മെഷീൻ ലിഫ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഐ ബോൾട്ട് യൂസ് ചെയ്യുന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷനിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്? നട്ട് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ത്രെഡ് ഉള്ളത്, ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സൈഡ് ത്രെഡ് പ്ലസ് അതുപോലെ തന്നെ ഹെഡ് ഉള്ളത്, സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡ് ത്രെഡ് ഉള്ളതിനെ നമ്മൾ സ്റ്റഡ് എന്ന് പറയും. സ്ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് പ്ലസ് സ്ലോട്ട് ഓർ ഹെഡ് ഉള്ളതിനെ നമ്മൾ സ്ക്രൂസ് എന്ന് പറയും അല്ലെ. അപ്പം ഇത്രയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലുള്ള ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോൾട്ടിലുള്ള റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട്, അതുപോലെ തന്നെ ലെവിസ് ഫൗണ്ടേഷൻ ബോൾട്ട്, കോട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്, ഐ ഫൗണ്ടേഷൻ ബോൾട്ട്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എക്സാമിന് ഇതിൽ നിന്നുള്ളൊരു ഇമേജ് ചോദിച്ചിട്ട് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഇതുപോലൊരു ഇമേജ് ചോദിച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് ബോൾട്ട് ആണെന്ന് പറഞ്ഞിട്ട് റാഗ് ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നോക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ സെയിം ഇമേജ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ട് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ റാഗ് ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെത് ലൈറ്റ് ആൻഡ് മീഡിയം ഡ്യൂട്ടി മെഷീൻസിനാണ്. ലെവിസ് ഫൗണ്ടേഷൻ ബോൾട്ട് ആണെങ്കിൽ ഹെവി മെഷീൻസിനാണ്. കോട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട് ആണെങ്കിൽ മെഷീൻ സബ്ജക്റ്റഡ് ടു ഹെവി വൈബ്രേഷൻ ആണെങ്കിൽ നമ്മൾ കോട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട് യൂസ് ചെയ്യും. ഐ ഫൗണ്ടേഷൻ ബോൾട്ട് ആണെങ്കിൽ ഹെവി മെഷീൻ വേർ ദ ബോൾട്ട് മേ നീഡ് ടു ബി റിമൂവ്ഡ് ഓർ അഡ്ജസ്റ്റഡ്. റിമൂവ് ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റ്സോ വേണ്ടി വരുന്ന മെഷീൻസിൽ നമ്മൾ ഏതാണ് ഫൗണ്ടേഷൻ ബോൾട്ട് യൂസ് ചെയ്യും. ഇമേജ് നോക്കി വെക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് വെൽഡിങ്ങിന്റെ കുറച്ച് ഡീറ്റെയിൽഡും കൂടെയാണ് അല്ലെ. വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഒരു പെർമനന്റ് ടൈപ്പ് ഓഫ് ജോയിൻസ് ആണ് നമ്മൾ പറയുന്നത്. 2 or more മെറ്റൽ പാർട്സിനെ നമ്മൾ ഹീറ്റോ പ്രഷറോ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് അല്ലെ. അതിന് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് വെൽഡഡ് ജോയിൻസ് ആണുള്ളത്? ബട്ട് ജോയിന്റ് ഉണ്ട്, ലാപ്പ് ജോയിന്റ് ഉണ്ട്, ടീ ജോയിന്റ് ഉണ്ട്, കോർണർ ജോയിന്റ് ഉണ്ട്, എഡ്ജ് ജോയിന്റ് ഉണ്ട്. അതിൽ ബട്ട് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 plates ആർ ജോയിന്റ് ഇൻ ദ സെയിം പ്ലെയിൻ ആണെങ്കിൽ അതിനെ നമ്മൾ ബട്ട് ജോയിന്റ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ
ഏതാണ് ലാപ്പ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ 2 plates ആർ ഓവർലാപ്ഡ് ആൻഡ് ഈച്ച് അതർ ആൻഡ് നമ്മൾ വെൽഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ലാപ്ഡ് ജോയിന്റ് എന്ന് പറയും. ടി ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plate ഈസ് വെൽഡഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു അനദർ ആണെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുന്നത്, ടി ജോയിന്റ് എന്ന് പറഞ്ഞിട്ട് പറയും അല്ലെ. അത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു SP46 BIS വരികയാണെങ്കിൽ ഇൻഡിക്കേഷൻ ഓഫ് വെൽഡിംഗ് സിമ്പിൾസ് ഓൺ ഡ്രോയിങ് ആണ് വരുന്നത്. റെഫറൻസ് ലൈൻ ഹൊറിസോണ്ടൽ ലൈൻ ഓൺ വിച്ച് വെൽഡിംഗ് സിമ്പിൾസ് ആർ പ്ലേസ്ഡ് ആണ്. എയറോ ലൈൻ ആണെങ്കിൽ പോയിന്റ് ദ ലൊക്കേറ്റിംഗ് വേർ വെൽഡിംഗ് ഈസ് റിക്വയർഡ് ആണ്. ബേസിക് വെൽഡഡ് സിമ്പിൾ ആണ്, ഇൻഡിക്കേറ്റ്സ് ദ ടൈപ്പ് ഓഫ് വെൽഡിംഗ്, ഫില്ലറ്റ് ആണോ, ബട്ട് ആണോ, പ്ലഗ് ആണോ, സ്ലോട്ട് ആണോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. പിന്നെ എയറോ സൈഡ് ആണെങ്കിൽ എന്താണ്, സിമ്പിൾ പ്ലേസ്ഡ് ബിലോ ദ റെഫറൻസ് ലൈൻ ഇൻഡിക്കേറ്റ്സ് വെൽഡിംഗ് ഓൺ ദ എയറോ സൈഡ് ആണ്. അതർ സൈഡ് ആണെങ്കിൽ സിമ്പിൾ പ്ലേസ്ഡ് എബോ ദ റെഫറൻസ് ലൈൻസ് ഇൻഡിക്കേറ്റ് വെൽഡിംഗ് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ആണ് വരുന്നത്. ബോത്ത് സൈഡ്സ് ആണെങ്കിൽ സിമ്പിൾ പ്ലേസ്ഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റെഫറൻസ് ലൈൻ ഇൻഡിക്കേറ്റ്സ് വെൽഡിംഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു ഇമേജും കൂടെ നോക്കാം. ഇമേജിൽ സിമ്പിൾസ് വെൽസും കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് നോക്കി വെക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനിലുള്ളത് എയറോ സൈഡ്, അതർ സൈഡ്, പിന്നെ അതുപോലെ തന്നെ ബോത്ത് സൈഡ്സ് ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. ബോത്ത് സൈഡ്സ് ഫോർ 2 joints എന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കി വെക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, സിമ്പിൾ ബിലോ റെഫറൻസ് ലൈൻ ആണെങ്കിൽ വെൽഡ് ഓൺ എയറോ സൈഡ് ആണ്. സിമ്പിൾ എബോ റെഫറൻസ് ലൈൻ ആണെങ്കിൽ വെൽഡ് ഓൺ ബോത്ത് സൈഡ് അതർ സൈഡ് ആണ്. സിമ്പിൾ ഓൺ ബോത്ത് സൈഡ്സ് ആണെങ്കിൽ വെൽഡ് ഓൺ ബോത്ത് സൈഡ് ആണ്. റെഫറൻസ് ലൈൻ പ്ലസ് എയറോ ലൈൻസ് എന്താണെന്ന് ബേസിക് എലമെന്റ്സ് ഓഫ് വെൽഡിംഗ് സിമ്പിൾ റെപ്രസെന്റേഷൻ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള പോർഷനിലുള്ള നോട്ട്സിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു നോട്ട്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് മാക്സിമം ഷോർട്ട് ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്യുക്ക് റിവിഷൻ ആണ് അല്ലെ. അപ്പൊ റിവിഷൻ സീരീസിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഈ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിവോറ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സിവോറ ആപ്പിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ലോഞ്ചിങ് മന്ത് ഓഫർ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്പിനെ കുറിച്ച് ഒന്നും അറിയാതെ പർച്ചേസ് ചെയ്യണമെന്ന് നമ്മൾ പറയില്ല. 19 rupeesന് നിങ്ങൾക്ക് ട്രയൽ പ്ലാൻ എടുത്ത് നോക്കാം. ഓൾ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിന് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് 1 month വേണമെങ്കിൽ 169, 3 month വേണമെങ്കിൽ 399, 6 month വേണമെങ്കിൽ 699, 1 year ആണെങ്കിൽ 1199. ഇത് നമ്മളുടെ ലോഞ്ച് എൻഡിങ് ഓഫർ ആണ്. ജൂലൈ 9 മുതൽ നമ്മളുടെ പുതിയ റേറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ആപ്പിന്റെ റണ്ണിങ്ങിന്റെ ആയിട്ടുള്ള ബേസിക് എക്സ്പെൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പം അത് മാത്രമേ നമ്മൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നുള്ളൂ. അപ്പൊ അതും കൂടെ നിങ്ങൾ അറിയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മളുടെ ആപ്പിൽ ഇപ്പം ഓൾറെഡി നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഓൾറെഡി എല്ലാ സബ്ജക്റ്റ് നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ട്, ക്യുക്ക് റിവിഷൻ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. 2005 മുതൽ 2026 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിന്റെയും MCQs അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീഡർ ബോർഡ്, ടുഡേസ് ടാസ്ക്, നമ്മൾ ഡെയിലി ടൈം ടേബിൾ പോലെ നമ്മളുടെ കമ്മ്യൂണിറ്റി അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ നമുക്ക് ഗൈഡൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ. അപ്പം അതിൽ നമ്മൾ ഓരോ ടാസ്കുകൾ ഇടും. അതിനനുസരിച്ച് ടുഡേസ് ടാസ്കിൽ നമ്മൾ സബ്ജക്റ്റ് വെച്ച് നിങ്ങൾക്ക് എക്സാമും നടത്തുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ അങ്ങനെയും പഠിച്ചു പോവാം. നിങ്ങൾ ബിഗിനർ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ്ഫുൾ ആവും. ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോ കോസ്റ്റിൽ നമ്മളുടെ ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ലോഞ്ചിങ് മന്തിലൊക്കെ അല്ലെങ്കിൽ ലോഞ്ചിങ് വീക്കിൽ പർച്ചേസ് ചെയ്ത ഒരുപാട് ആളുകൾ നമ്മളെ ആപ്പിലുണ്ട്. വെറും ചെറിയൊരു എമൗണ്ടിനാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് വീക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഈ ഒരു മന്ത്ലി പ്ലാൻ ആണെങ്കിലും ഇയർലി പ്ലാൻ ആണെങ്കിലും ലോ കോസ്റ്റിന് പർച്ചേസ് ചെയ്തവർ ഇപ്പം അവർക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ഫ്യൂച്ചേഴ്സും നിങ്ങളിപ്പം ഈ ഒരു 1 ഇയറിലേക്കുള്ളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1 ഇയറിൽ എന്ത് അപ്ഗ്രേഡ് നമ്മുടെ ആപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിന് തന്നെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ഈ ഒരു 8-ാം തീയതി വരെ മാത്രമേ 8-ാം തീയതി രാത്രി 12 മണി വരെ മാത്രമേ നമ്മളുടെ ഈ ഒരു ഓഫർ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ്, ബെറ്റർ ചോയ്സ് ആണ്. മിസ് ചെയ്യരുത്.
നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടെയാണ് നമ്മൾ ഈ പറയുന്നത്. നിങ്ങൾ ഈ ഒരു റേറ്റ് കൂടിയിട്ട് പർച്ചേസ് ചെയ്താലും നമുക്ക് വേറൊരു കാര്യമൊന്നും ഉണ്ടാകുന്നില്ല അല്ലെ. ബട്ട് ഈ ഒരു കുറഞ്ഞ റേറ്റിൽ നമ്മൾ എന്തായാലും നമുക്കൊരു സിംഗിൾ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് മാക്സിമം പറയുന്നത്. നമ്മുടെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കുക. നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് 1 മന്ത് എടുക്കണം എന്ന് പറയില്ല. 1 ഡേ എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആരൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത് വാട്സപ്പ് കമ്മ്യൂണിറ്റി ആണ്. അതിലാണ് നമ്മൾ ഫോളോ അപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ടൈം ടേബിളും റിമൈൻഡറും ഒക്കെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്, മസ്റ്റ് ആയിട്ട് ചെയ്യണം. നിങ്ങൾ ആരൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ, അതുപോലെ മെമ്പർഷിപ്പ് എടുത്തവർ ജോയിൻ ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര കാര്യമാണ് നിങ്ങൾക്ക് സപ്പോർട്ട് തരാനുള്ളത്. അപ്പം ഇന്നും കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത് ഷെയർ ചെയ്യുക. കാരണം ജൂലൈ 8 രാത്രി 12 മണി വരെ മാത്രമേ നമ്മൾ ഈ ഒരു ഓഫർ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇനി നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോർഷനിലുള്ള MCQs നോക്കാം അല്ലെ. MCQs നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ദ ആംഗിൾ ബിറ്റ്വീൻ ത്രെഡ് ഫേസസ് അല്ലെ. ആംഗിൾ ബിറ്റ്വീൻ ത്രെഡ് ഫേസസിന് നമ്മൾ എന്താണ് പറയാ? ഓപ്ഷൻ എ ത്രെഡ് ആംഗിൾ, ഓപ്ഷൻ ബി ഹെലിക്സ് ആംഗിൾ, ഓപ്ഷൻ സി നൺ ഓഫ് ദീസ്, ഓപ്ഷൻ ഡി പിച്ച് ആംഗിൾ അല്ലെ. ആംഗിൾ ബിറ്റ്വീൻ ത്രെഡ് ഫേസസിന് നമ്മൾ പറയുന്നത് ത്രെഡ് ആംഗിൾ എന്നാണ് അല്ലെ. നമ്മൾ പറഞ്ഞ പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. PYQs നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാം. ബട്ട് ഇതും അറിഞ്ഞിരിക്കുക, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനും എക്സാംസിന് ചോദിക്കുന്നുണ്ട്. പിന്നെ ബോട്ടം സർഫസ് ഓഫ് ജോയിനിങ് 2 സൈഡ്സ് ഓഫ് ത്രെഡ് ആണെങ്കിൽ എന്താണ് പറയുന്നത്? ബോട്ടം സർഫസ് ജോയിനിങ് 2 സൈഡ്സ് ഓഫ് ത്രെഡ് ആണെങ്കിൽ ഓപ്ഷൻ എ ഫ്ലാഞ്ച്, ഓപ്ഷൻ ബി റൂട്ട്, ഓപ്ഷൻ സി ക്രസ്റ്റ്, ഓപ്ഷൻ ഡി പിച്ച് അല്ലെ. എന്താണ് പറയാ? അതിനെയാണല്ലേ നമ്മൾ റൂട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എക്സ്റ്റേണൽ ത്രെഡിലുള്ള കേസാണ്. കോമൺ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ ത്രെഡിൽ എഴുതാം. അപ്പൊ റൂട്ട് എക്സ്റ്റേണൽ ത്രെഡ് എന്നുള്ളത് എക്സ്റ്റേണൽ ത്രെഡ് അല്ല, നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞപ്പോൾ എക്സ്റ്റേണൽ ത്രെഡിൽ റൂട്ട് ആണല്ലേ വരുന്നത്. ബോട്ടം സർഫസ് വരുന്നത് നമ്മൾ വേര് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പൊ തന്നെ. അപ്പം അതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 വരുന്ന സമയത്ത് ത്രെഡ് that will assemble when turned clockwise അല്ലെ. ക്ലോക്ക് വൈസ് ആയിട്ട് ടേൺ ചെയ്യുകയാണെങ്കിൽ അത് ഏത് ത്രെഡ് ആയിരുന്നു? ഓപ്ഷൻ എ റൈറ്റ് ഹാൻഡ് ത്രെഡ്, ഓപ്ഷൻ ബി ബോത്ത് ഓഫ് ദം, ഓപ്ഷൻ സി ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലെ. ഏതാണ്? റൈറ്റ് ഹാൻഡിലേക്ക് ടേൺ ചെയ്യുകയാണെങ്കിൽ അത് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ ക്ലോക്ക് വൈസിലേക്ക് ടേൺ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മിക്സ് ആയതാണ്. ബിയറിംഗിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വെറുതെ വായിച്ചിടാം, നിങ്ങൾക്ക് അറിയാണെങ്കിൽ ആൻസർ ചെയ്യാം കേട്ടോ. ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ്സ് ആർ സ്ലീവ് ബിയറിംഗ്, ഗ്യാസ് ലൂബ്രിക്കേറ്റഡ് ബിയറിംഗ്, സ്പെഷ്യൽ ബിയറിംഗ്, ബോൾ ആൻഡ് റോളർ ബിയറിംഗ് അല്ലെ. ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ് ഏതാണ് വരിക? ആൻസർ ഞാൻ ജസ്റ്റ് ഇപ്പൊ പറയാം. നമുക്ക് എന്തായാലും ബിയറിംഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ബോൾ ആൻഡ് റോളർ ബിയറിംഗ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കുകയാണെങ്കിൽ ദ സർഫസ് ജോയിനിങ് ക്രസ്റ്റ് ആൻഡ് റൂട്ട് അല്ലെ. എന്താണ് ആ സർഫസിന് പറയാ? ഓപ്ഷൻ എ നൺ, ഓപ്ഷൻ ബി ലേഡ്, ഓപ്ഷൻ സി പിച്ച്, ഓപ്ഷൻ ഡി ഫ്ലാങ്ക് അല്ലെ. ആ സർഫസിന് നമ്മൾ ഫ്ലാങ്ക് എന്നാണല്ലേ പറയാ. ഓപ്ഷൻ ഡി ആണ്. നോക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. വിച്ച് വെൽഡിംഗ് ഗീവ്സ് സ്ട്രോങ്ങസ്റ്റ് ജോയിന്റ് അല്ലെ. ഓപ്ഷൻ എ റിവറ്റിംഗ്, ഓപ്ഷൻ ബി ബോൾട്ടിംഗ്, ഓപ്ഷൻ സി വെൽഡിംഗ്, ഓപ്ഷൻ ഡി സോൾഡറിംഗ്. അപ്പം ഏതാണ് വിച്ച് വെൽഡിംഗ് ഗീവ് സ്ട്രോങ്ങസ്റ്റ് ജോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? സി വെൽഡിംഗ് ആണ് ആൻസർ വരിക എന്നുള്ളത് നോക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 വരികയാണെങ്കിൽ എ വെൽഡ് ജോയിനിങ് 2 പ്ലേസസ് അറ്റ് റൈറ്റ് ആംഗിൾ ഈസ് ഓപ്ഷൻ എ ബട്ട് വെൽഡ്, ഓപ്ഷൻ ബി ഫില്ലറ്റ് വെൽഡ്, ഓപ്ഷൻ സി എഡ്ജ് വെൽഡ്, ഓപ്ഷൻ ഡി സ്ലോട്ട് വെൽഡ് അല്ലെ. ഏതാണ്? 2 പ്ലേറ്റ്സ് അറ്റ് റൈറ്റ് ആംഗിൾ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്നാണ് പറയുക. നോക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 ലോക്കിംഗ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു ഓപ്ഷൻ എ ഇൻക്രീസ് ദ ഫ്രിക്ഷൻ, ഓപ്ഷൻ ബി പ്രിവെന്റ് ലൂസിംഗ് ഓഫ് നട്ട്സ്, ഓപ്ഷൻ സി റെഡ്യൂസ് വെയിറ്റ്, ഓപ്ഷൻ ഡി ഇംപ്രൂവ് സ്ട്രെങ്ത് അല്ലെ. അപ്പം ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. പ്രിവെന്റ് ലൂസിംഗ് ഓഫ് നട്ട്സിനെയാണ് നമ്മൾ ലോക്കിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ലോക്കിംഗ് ഡിവൈസസ് അല്ലെ. താഴെയുള്ളതിൽ ലോക്കിംഗ് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ വാഷർ, ഓപ്ഷൻ ബി സ്പ്ലിറ്റ് പിൻ, ഓപ്ഷൻ സി ബോൾട്ട്, ഓപ്ഷൻ സി ബോൾട്ട്, ഓപ്ഷൻ ഡി സ്ക്രൂ അല്ലെ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. സ്പ്ലിറ്റ് പിൻ ആണ് ലോക്കിംഗ് ഡിവൈസ് ആയിട്ട് ഉള്ളത്.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് വിച്ച് ഈസ് നോട്ട് ആ ലോക്കിംഗ് ഡിവൈസസ് അല്ലെ. ലോക്കിംഗ് ഡിവൈസസ് ലോക്കിംഗ് ഡിവൈസ് അല്ലാതെ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സ്പ്രിംഗ് വാഷർ, ഓപ്ഷൻ ബി ലോക്ക് നട്ട്, ഓപ്ഷൻ സി സ്പ്ലിറ്റ് പിൻ, ഓപ്ഷൻ ഡി റിവറ്റ് അല്ലെ. വിച്ച് ഈസ് നോട്ട് ആ ലോക്കിംഗ് ഡിവൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റിവറ്റ് ആണ് ലോക്കിംഗ് ഡിവൈസ് അല്ലാത്തത് അല്ലെ. ബാക്കിയെല്ലാം ലോക്കിംഗ് ഡിവൈസസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇപ്പം ലോക്കിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി ഇപ്പം എന്തെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഫാസ്റ്റനേഴ്സ് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ട് അത് കറക്റ്റ് ലൂസായി പോവാതിരിക്കേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിവൈസസിനെയാണല്ലോ നമ്മൾ ലോക്കിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പം അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളെ കമന്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്സിനൊക്കെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പം മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഷെയറും ചെയ്യുക അല്ലെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളിപ്പോൾ കമന്റ് ചെയ്യുന്നില്ലെങ്കിൽ കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്കിത് ഓക്കെ ആണോ, നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ. അതായത് കമന്റ് ചെയ്യാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്കിത് മനസ്സിലാവും അല്ലെ, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ഓരോ കമന്റ്സും നിങ്ങൾ ഓരോ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ബെറ്റർ ആയിട്ട് ഇംപ്രൂവ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് നല്ലൊരു ബെറ്റർ ക്ലാസ് എത്തിക്കേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങളുടെ പല ആൾക്കാരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിപ്പോൾ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു ആപ്പ് യൂസ് ചെയ്തവർക്ക് അറിയേണ്ടാവും നമ്മൾ അത്രയും പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണോ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അതേ രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. നിങ്ങളെ കമന്റ്സും അതുപോലെ പറയാട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ്സോ നെഗറ്റീവ്സോ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. എങ്കിലാണല്ലേ നമുക്ക് ബെറ്റർ ആയിട്ട് അത് ഇംപ്രൂവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് മാത്രമല്ല ഇതൊക്കെ നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള എത്ര ദിവസമാണെങ്കിലും ആ ഒരു ഡേയ്സിൽ നിങ്ങളുടെ 101% എഫേർട്ട് ഇടുക. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ അത്രയും ടൈറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മളോട് ഓരോരുത്തർ പേഴ്സണലി ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രൂപ്പിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിലും അവർ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഈ ഒരു എക്സാംസിന് വരുന്ന എല്ലാ എക്സാംസിനെയും കാണുന്നത്, അവരെത്ര ഇൻഡെപ്ത് ആയിട്ടാണ് ഓരോ പോർഷൻസ് പഠിക്കുന്നത് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കുക. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വെറും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഓരോ ഇയർ കഴിയുമ്പോഴും എക്സാമിലുള്ള കോമ്പറ്റീഷൻ കൂടി വരികയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഗ്രോ ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് അല്ലെ. നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ മനസ്സ് വെച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അതിൽ എഫേർട്ട് ഇട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഡ്രീം അച്ചീവ് ചെയ്തിട്ടുള്ള ഏതൊരാളടുത്ത് ചോദിച്ചാലും അവർക്ക് പലതും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക, ഇപ്പം മുതൽ ഞാൻ എന്തായാലും എൻ്റെ 101% ഇടും. എന്നിട്ട് നിങ്ങൾ ഒരു റാങ്ക് അച്ചീവ് ചെയ്ത് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ചെയ്യും ഞാൻ ഇന്ന റാങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ എന്തായാലും പറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.